മിശിഹായിലേറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 33-34 തിരുവചനങ്ങൾ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നമ്മൾ ജെറുസലേമിലേക്കാണ് പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനുഷ്യപുത്രൻ വിജാതിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പീഡിപ്പിക്കും, അവഹേളിക്കും, മുഖത്തടിക്കും, മുഖത്ത് തുപ്പും, വധിക്കും. പക്ഷേ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈശോ ഇവരെ ജെറുസലേമിലേക്ക് നയിക്കുകയാണ്. ഈശോയുടെ ജീവിതം മുഴുവനും ജെറുസലേമിലേക്കുള്ളൊരു യാത്രയായിട്ടാണ് സുവിശേഷകന്മാർ ചിത്രീകരിക്കുക. കാരണം ഈശോ വന്നത് ഈ ദൗത്യം പൂർത്തിയാക്കുവാനാണ്. തൻ്റെ പീഡാസഹനത്തിലൂടെ നമ്മെ രക്ഷിക്കുവാനായിട്ട് ആണ് അവിടുന്ന് വന്നത്. ഈശോ ഇപ്പോൾ ജെറൂക്കയിലെത്തി ജെറുസലേമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നസറത്തിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള ഒരു യാത്ര, ഈശോയുടെ ജീവിതം. ഇവിടെ ഒരു അന്ധനായ യാചകൻ ഇരിപ്പുണ്ട്, ബാർത്തിമേയോസ്. ഈ അന്ധനായ യാചകൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഇവന് 2 വലിയ ബുദ്ധിമുട്ടുകളാണുള്ളത്. ഒന്ന് അവൻ്റെ അന്ധത, ഒന്ന് അവൻ്റെ ദാരിദ്ര്യം. So this poor man is beset with the 2 major evils, blindness and poverty. Blindness alone is enough for a person to be sad. But then he is also poor, blind and poor, beggar, sitting there without any hope. ഒരുപക്ഷെ പല യാചകന്മാരും ആ വഴിയിൽ ഇരുന്നിട്ടുണ്ടായിരിക്കാം. ഈ അന്ധനായ ഈ മനുഷ്യനെ അന്ധരെ യഹൂദർ കണ്ടിരുന്നത് ശപിക്കപ്പെട്ടവരായിട്ട് തന്നെയാണ്. കുഷ്ഠരോഗികളെ പോലെ തന്നെ ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടവരായിട്ട്, തിരസ്കരിക്കപ്പെട്ടവരായിട്ടാണ് അന്ധരെയും കണ്ടിരുന്നത്. കാരണം ഈ അന്ധത ഇവൻ്റെ പാപത്തിൻ്റെ, അല്ലെങ്കിൽ ഇവരുടെ പൂർവികരുടെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന ഒരു ദൈവശാസ്ത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജന്മന അന്ധനായിരുന്ന ഒരുവനെ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ്, ഇവനെ എങ്ങനെയാണ് അന്ധനായത്? ഇവൻ്റെ പാപം കൊണ്ടാണോ അതോ ഇവരുടെ മാതാപിതാക്കളുടെ പൂർവികരുടെ പാപം കൊണ്ടാണോ? ഈശോ പറഞ്ഞു, അത് ഇവൻ്റെ പാപം കൊണ്ടുമല്ല, ഇവരുടെ പൂർവികരുടെ പാപം കൊണ്ടുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം അവനിൽ പ്രകടമാകേണ്ടതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഈ അന്ധൻ ജീവിക്കുന്നത്. അപ്പോൾ അവൻ ഒരുപാട് തിരസ്കരണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവനെ ഒരു ശല്യമായിട്ട്, ന്യൂയിസൻസായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ വലിയ ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുകയാണ്. എന്തോ ആരോ പോകുന്നു, ആൾക്കാർ പോകുന്നു, ശബ്ദം കേൾക്കുന്നു. ഇവൻ ചോദിച്ച് എന്താ സംഭവിക്കുന്നത്? ആരോ അവനോട് പറഞ്ഞു, നസറത്തിൽ നിന്നുള്ള യേശു അതിൽ പോകുന്നുണ്ട്. കണ്ണു തുറന്നിരുന്നവർക്ക് ഈശോ നസറത്തിൽ നിന്നുള്ള യേശുവാണ്. ഒരുപക്ഷെ ഒരു പ്രവാചകനായിരിക്കാം, അത്ഭുത പ്രവർത്തകനായിരിക്കാം, രോഗികളെ സുഖപ്പെടുത്തുവാനായിരിക്കാം, പാപികളെ സ്വീകരിക്കുന്നതിനായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ അന്ധനായ ബാർത്തിമേയോസ് വിളിച്ചു പറയുകയാണ്, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ. ബാഹ്യമായ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോഴും അവൻ്റെ ആന്തരിക നയനങ്ങൾ അവിടെ തുറക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം അവൻ ദർശിക്കുകയാണ്. ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ് കെയിം ടു ഹിം ഇൻ വേവ്സ് ആൻഡ് ഹി റെക്കഗ്നൈസ്ഡ് ദ മെസ്സായ ദേർ. ദാവീദിൻ്റെ പുത്രനായ മിശിഹായെ എന്നിൽ കനിയണമേ. മനുഷ്യർക്ക് അവൻ നസറത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് ഈശോ. ബർത്തിമേയോസിന് അവൻ ദാവീദിൻ്റെ പുത്രനായ മിശിഹയാണ്. കാരണം ഇവൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത് ഒരു രക്ഷകനെയാണ്. കാരണം അവന് രക്ഷ വേണം എന്ന് അവനറിയാം. അവൻ ശപിക്കപ്പെട്ടവനാണ്, അവൻ രോഗിയാണ്, അവൻ പാപിയാണ് എന്നറിയുന്നത് കൊണ്ട് അവൻ രക്ഷകനെ കാത്തിരിക്കുന്നവനാണ്. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ദ മെസ്സായ ബിക്കോസ് ഇറ്റ്സ് ഓൺലി മെസ്സായ ക്യാൻ ഡെലിവർ ഹിം ഫ്രം ഹിസ് wretched condition. ഈശോ, ജീസസ് ഈസ് ദ നെയിം ഗിവൺ ടു ഹിം അറ്റ് അനൗൺസിയേഷൻ. മാലാഖ മറിയത്തോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്ന, നീ അവൻ ഈശോ എന്ന് പേരിടണം. കാരണം അവൻ തൻ്റെ ജനതകളെ, തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. ഈശോ, ഈ പേരെല്ലാവർക്കും അറിയാം. ദ നെയിം ഓഫ് ജീസസ് എവറിബഡി നോസ്. ഇവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണെന്ന് ഒരു പരിധിവരെ അവർ കണ്ടു. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് കടന്ന് ഹി ഈസ് ദ സൺ ഓഫ് ഡേവിഡ് എന്ന ആ ടൈറ്റിൽ യഹൂദർ മിശിഹായ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ടൈറ്റിലാണത്. മിശിഹ സൺ ഓഫ് ഡേവിഡ് ആണ്.
മാലാഖ പറയുന്നുണ്ട്, അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. So 2 Samuel chapter 7 we read about this. Messiah was to be the heir of David's throne, David kingdom. So ദാവീദിൻ്റെ സിംഹാസനം ഏറ്റെടുക്കാനുള്ളവനാണ് മിശിഹ. ഈ വലിയ സത്യമാണ് അന്ധനായ ഈ മനുഷ്യന് ഇവിടെ വെളിപ്പെട്ട് കിട്ടുന്നത്. The most common Jewish title for Messiah is Son of David, and this insight is given to him when his eyes are closed. That is the experience of this blind man. നമുക്ക് ഈ അന്ധനായ ഈ ബാർത്തിമോയിസിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എ ഫ്യൂ ഇൻസൈറ്റ്സ്, ചില ഉൾക്കാഴ്ചകൾ നമുക്ക് ഇതിൽ നിന്ന് നേടാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, മൈ ഡിസബിലിറ്റി ഡസ് നോട്ട് ഹിൻഡർ മൈ എബിലിറ്റി. മൈ ഡിസബിലിറ്റി ഡസ് നോട്ട് ഹിൻഡർ മൈ എബിലിറ്റി. എൻ്റെ ബലഹീനതകളും കുറവുകളും എൻ്റെ കഴിവുകളെയും സാധ്യതകളെയും ഇല്ലാതാക്കുന്നില്ല. ഇവന് കണ്ണ് കാണാനായിട്ട് കഴിയില്ല, പക്ഷേ അവൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കാനായിട്ട് അവന് സാധിച്ചു. അവിടെ ഇവന് കണ്ണ് കാണാൻ കഴിയില്ല, പക്ഷേ അവന് ഷൗട്ട് ചെയ്യാൻ, ഹി ക്യാൻ ഷൗട്ട് എ ലൗഡ് ഫോർ ഹെൽപ്പ്. ആൾക്കാർ പറഞ്ഞപ്പോഴും അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരുന്നു. സോ ഡിസബിലിറ്റി is a physical or mental condition that limits a person's movement or senses or activities. പക്ഷേ ഇതിവനെ ചെറുതാക്കാനായിട്ട് അവൻ അനുവദിക്കുന്നില്ല. എനിക്ക് ഡിസബിലിറ്റി ഉണ്ട്, ബട്ട് ദെൻ ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് മൈ ലൈഫ്. ഐ ഹാവ് മെനി അതർ എബിലിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു ന്യൂനത ഉണ്ടെങ്കിൽ വേറെ ശക്തി എനിക്കുണ്ട്. എൻ്റെ ന്യൂനത ശക്തിയായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. സോ എനിക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒതുങ്ങിക്കൂടാതെ കൊണ്ട് എൻ്റെ കുറവിൻ്റെ അപ്പുറത്ത് കടക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക എന്നതാണ് ഈ ബർത്തിമേസിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. ബർത്തിമേസ് ഇൻഡീഡ് ഹി വാസ് സ്റ്റക്ക് ഇൻ ഹിസ് ലൈഫ് വിത്ത് ബ്ലൈൻഡ്നെസ്, ബട്ട് ദെൻ ഹി വാസ് നോട്ട് വില്ലിംഗ് ടു ബി സ്റ്റക്ക് ദെയർ. ഹി ജംപ്ഡ് ഔട്ട്. അവൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റ് ഈശോയുടെ അടുത്തെത്തി. എൻ്റെ ഡിസബിലിറ്റി എന്നെ ഒരിക്കലും ഇല്ലാതാക്കരുത്, അതിൻ്റെ അപ്പുറത്ത് കടക്കാനായിട്ട് എനിക്കൊരു സാധ്യതയുണ്ട്. He used his ability to believe, he used his ability to speak, he used his ability to walk and jump and run to Jesus. ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നവൻ വിളിച്ചു പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, മൈ ഡിസയർ ഔട്ട്വെയ്സ് their discouragement. എനിക്ക് സുഖപ്പെടാനുള്ള എൻ്റെ ആഗ്രഹം എല്ലാവരുടെയും നിരുത്സാഹപ്പെടുത്തുന്നതിനേക്കാളും അപ്പുറത്ത് ആണ്. ആരൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തിയാലും എനിക്ക് ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റും. Bartimaeus shows that example that he cannot be silenced. There will be people who will try to silence you. നമ്മളെ കുറ്റം വിധിക്കാനായിട്ട് നോക്കിയിരിക്കുന്നവർ നിരവധിയുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് കണ്ടുപിടിച്ച് നമ്മളെ താടിയിറക്കാനായിട്ട്, to pull us down, there will be many people. എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. There will be always someone ready to bring you down, but then I will not allow that to happen because I can go beyond all these criticisms. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും അവഹേളനയ്ക്കും അപ്പുറത്ത് കടക്കാനായിട്ട് എനിക്ക് സാധിക്കും. ബർത്തിമേസ് പറയുന്നത് അതാണ്. ബർത്തിമേസ് എല്ലാ ഡിസ്കറേജ്മെൻറ്റും അതിജീവിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ മിശിഹായെ എന്നിൽ കനിയണമേ. നമ്മൾ എവിടെ ചെന്നാലും, നമ്മുടെ ജോലി സ്ഥലത്ത് ചെന്നാൽ ചിലപ്പോൾ കാണാം നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ, നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർ, നമ്മളെ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കാം. ഏതൊക്കെ അവസ്ഥയാണെങ്കിലും അതിനപ്പുറത്ത് കടക്കാനായിട്ട് ഈ ബർത്തിമേസിൻ്റെ ആ മാതൃക നമ്മളെ വിളിക്കുകയാണ്. ദ തേർഡ് ഇൻസൈറ്റ്, മൂന്നാമത്തെ ഉൾക്കാഴ്ച ഇതാണ്, മൈ ഡെഫിഷ്യൻസി ക്യാൻ ബി സർപാസ്ഡ് ബൈ ഹിസ് ഓൾ സഫിഷ്യൻസി. എൻ്റെ കുറവുകളെ ദൈവത്തിൻ്റെ മഹത്വം അതിജീവിക്കും. My deficiency can be surpassed by his all sufficiency. 2 കൊറിന്ത്യൻസ് 12:9 പറയുന്നത് ഇങ്ങനെയാണ്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. My grace is sufficient for you, for my power is manifest, or my power is made perfect in weakness. മൈ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. എൻ്റെ ബലഹീനതകൾ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും. മൈ വീക്ക്നെസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗോഡ് ടു വർക്ക് ഇൻ മീ. എൻ്റെ ബലഹീനതയിൽ ദൈവം തൻ്റെ മഹത്വം പ്രകടമാക്കും. എൻ്റെ കുറവുകളിൽ ദൈവം ഇടപെടും, ദൈവം അവിടെ പ്രവർത്തിക്കും. അവിടെയാണ് ഞാൻ ബലവാനാകുന്നത്. മൈ ഡെഫിഷ്യൻസി ക്യാൻ ബി സർപാസ്ഡ് ബൈ ഹിസ് ഓൾ സഫിഷ്യൻസി.
ഞാൻ എൻ്റെ കുറവുകൾ കൊണ്ടുവന്നു. ഈ അന്ധനായ മനുഷ്യനറിയാം അവന് കുറവുണ്ട്, ഞാൻ അന്ധനാണ്, ഞാൻ യോഗ്യനല്ല, അതുകൊണ്ടാണ് അവൻ കരയുന്നത്, കരുണയാകണമേ. ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹാവ് മേഴ്സി ഓൺ മീ, ഐ ഡോണ്ട് ഡിസേർവ് ദിസ്. ഞാനിത് അർഹിക്കുന്നതൊന്നുമല്ല, പക്ഷേ നീ എനിക്കിത് തരണം, കരുണ കാണിച്ച് നീ എന്നെ സുഖപ്പെടുത്തണം. അവൻ്റെ രക്ഷയിലേക്കാണ് കടന്നു വരുന്നത്. അവൻ്റെ ബാഹ്യമായ നയനങ്ങൾ തുറക്കുന്നതോടൊപ്പം തന്നെ അവൻ വലിയ ഒരു അനുഭവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് വരികയാണ്. ഈസ് കമ്മിങ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഡിവൈൻ ദേർ ത്രൂ ഹിസ് വീക്ക്നെസ് ആൻഡ് ബ്രോക്കൺനെസ്. അവൻ്റെ ബലഹീനതയിൽ, അവൻ്റെ തകർച്ചയിൽ അവൻ ദൈവത്തെ അനുഭവിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ചില ബലഹീനതകളോ ചില വീഴ്ചകളോ തകർച്ചകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തെ അനുഭവിക്കാനുള്ള അവസരമായിട്ട് ദൈവം മാറ്റും. ഒരുപക്ഷെ നമ്മുടെ ചില രോഗങ്ങൾ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ദൈവത്തെ അറിയുവാനുള്ള അവസരങ്ങളായിട്ട് മാറും. ചില തകർച്ചകൾ, പ്രോബ്ലംസ്, ചലഞ്ചസ് ക്യാൻ ബിക്കം ഓപ്പർച്യൂണിറ്റീസ് ഫോർ us to come closer to God and experience His power in our life. ദൈവസ്നേഹം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള അവസരങ്ങളായിട്ട് അതൊക്കെ മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും. നമുക്കൊക്കെ കാഴ്ചയുണ്ട്, നമ്മളിപ്പോൾ കാഴ്ചയുള്ളവരായിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ കാഴ്ചയുള്ളപ്പോഴും പലപ്പോഴും നമ്മൾ ബ്ലൈൻഡാണ്. Just like the people who were around Jesus were blind to the divinity of Christ, we can also be blind to the reality of truth of Christ in our lives sometimes. നമുക്ക് കാഴ്ചകൾ, what we are able to see enough, but our blindness is such a kind that it makes us think our vision is perfect. എൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും കറക്റ്റാണ് എന്ന ചിന്ത എനിക്കുണ്ടെങ്കിൽ ഐ എം ബ്ലൈൻഡ് ഓൾറെഡി. ഞങ്ങൾ ചിലപ്പോൾ കളിക്കുന്ന സമയത്ത്, ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ, ഞാനിവിടെ നിന്ന് അടിക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ആ ബോൾ കറക്റ്റാണ്, റൈറ്റാണ്. തോമസ് അച്ഛൻ അപ്പുറത്തും പറയും ഇത് ഔട്ടാണ്. അച്ഛൻ കണ്ടത് അത് ഔട്ടായിട്ട് തന്നെയാണ്, ഞാൻ കാണുന്നത് ഇത് റൈറ്റായിട്ടാണ്. അപ്പോൾ എന്താ പ്രശ്നം? വേണമെങ്കിൽ നമുക്ക് അവിടെ ഫൈറ്റ് ചെയ്യാം. ദിസ് ഈസ് റൈറ്റ്, ഐ ക്യാൻ സേ, ഐ ക്യാൻ ആർഗ്യൂ, ഹി ക്യാൻ ആർഗ്യൂ ഓൾസോ, ബട്ട് ദെൻ വി സേ ഓക്കെ, ഇഫ് ദാറ്റ് ഇസ് ദ കേസ് വിൽ റീസർവ്, നമ്മൾ ഒന്നുകൂടെ സെർവ് ചെയ്തേക്കാം, പ്രശ്നം കഴിഞ്ഞു. കാരണം എനിക്കറിയാം ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മാറാം, എൻ്റെ കാഴ്ച ശരിയായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അച്ഛൻ്റെ തെറ്റായിരിക്കാം, എൻ്റെ തെറ്റായിരിക്കാം. പക്ഷേ വെൻ യു ഹാവ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഐ ക്യാൻ ബി റോങ്, യു ക്യാൻ ബി റോങ്, ലെറ്റ്സ് ഡു ഇറ്റ് അഗെയിൻ, അവിടെ സൊല്യൂഷനുണ്ട്, അവിടെ സമാധാനമുണ്ട്. അതാണ് ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ കാഴ്ച നമുക്ക് ബ്ലൈൻഡ്നെസ് ആയിട്ട് ഭവിക്കാം. ഞാൻ കാണുന്നത് മാത്രമാണ് ശരി, എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ ഞാൻ ബ്ലൈൻഡാണ്. സംടൈംസ് ഐ ബിക്കം ബ്ലൈൻഡ് ബിക്കോസ് ഓഫ് മൈ പ്രൈഡ്. ഐ കനോട്ട് അക്സെപ്റ്റ് ദ ട്രൂത്ത് ദാറ്റ് ഈസ് റിവീൽഡ് ത്രൂ അതേഴ്സ്. സോ എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ യേശുവിനെ കണ്ടുമുട്ടുന്ന നിമിഷമാണ് എൻ്റെ കണ്ണുകൾ തുറക്കുന്നത്. അപ്പോഴാണ് ഞാൻ രക്ഷ അനുഭവിക്കുന്നത്. സാൽവേഷൻ ഈസ് എ ഗിഫ്റ്റ് ഗിവൺ ടു മീ വെൻ ഐ ഓപ്പൺ മൈ ഐസ് ടു സീ ദ പ്രസൻസ് ഓഫ് ഗാഡ് ഇൻ മൈ ലൈഫ്. ബർത്തിമേയുസിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നത് കാഴ്ച കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, രക്ഷ കൊടുക്കാനും കൂടിയാണ്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അതാ പറയുന്നത്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ രക്ഷപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് അവനെന്താ ചെയ്തത്? അവനെല്ലാം വിട്ടെറിഞ്ഞ് അവനെ അനുഗമിച്ചു. ഒരുപക്ഷെ പന്തക്കോസ്ത് ദിനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 120 പേരുടെ കൂട്ടത്തിൽ ഇയാളും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അയാളുടെ പേര് ഒക്കെ പിന്നീട് വരുന്നത്. എത്രയോ പേര് സുഖം പ്രാപിച്ചു പോയിട്ട് ആരുടെയും പേരില്ല, കാരണം അവരൊക്കെ അവരുടെ വഴിക്ക് പോയി. പക്ഷേ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ അനുഗമിച്ചു, അവൻ്റെ കൂടെ നടന്നു. അപ്പം ബാക്കി എല്ലാവരും ഇവനെ അറിഞ്ഞു, ബാർത്തിമേയൂസ്, സൺ ഓഫ് തിമേയൂസ്, തിമേയൂസിൻ്റെ പുത്രനായ ബാർത്തിമേയൂസ്. അവൻ്റെ അഡ്രസ്സ് ഉണ്ടായത് അവൻ യേശുവിനെ അനുഗമിച്ചപ്പോഴാണ്. നമ്മൾ രക്ഷ കടന്നു വരുന്നത് യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ്. സ്നേഹമുള്ള നമുക്ക് വിശ്വസിക്കാം, നമുക്ക് രക്ഷ പ്രാപിക്കാം. നമ്മുടെ ബ്ലൈൻഡ്നെസ്, നമ്മുടെ കുറവുകൾ, നമ്മുടെ പരിമിതികൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പരിമിതിയെ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ കൊണ്ടുവരാം. ലെറ്റ്സ് ക്രൈ ഔട്ട്, ജീസസ് സൺ ഓഫ് ഡേവിഡ്, ഹാവ് മേഴ്സി ഓൺ us.